നമസ്കാരം. തൃശ്ശൂർ ജില്ലയിലെ മണലൂർ മണ്ഡലമാണ് നമ്മൾ ഈ വീഡിയോ അനലൈസ് ചെയ്യുന്നത്. 2016 ഡേറ്റ നോക്കുകയാണെങ്കിൽ എൽ ഡി എഫിൻ്റെ ഒരു കുത്ത മണ്ഡലമാണ്. 70,000 വോട്ടിന് എൽ ഡി എഫ് നേടുകയും UDF 51,000 വോട്ട് നേടുകയും NDA 37,000 വോട്ട് നേടുകയും ചെയ്തു. 2016 തന്നെ 30,000 കൂടുതൽ വോട്ട് NDAക്ക് കിട്ടിയൊരു മണ്ഡലമാണ്. നല്ലൊരു സ്വാധീനമുള്ള NDAക്ക് സ്വാധീനമുള്ളൊരു മണ്ഡലമാണ്. ഇപ്പം 2016 2021 ആകുമ്പോൾ നോക്കാം. ഇതിപ്പോൾ 70, 51, 37 അതിൽ നിന്ന് എന്താണ് മാറ്റം എന്ന് നോക്കാം. 2021 ആയപ്പോൾ മണലൂർ LDF വോട്ട് കൂട്ടി 78,000 ആയി. UDF 48,000 ആയിട്ട് കുറഞ്ഞു. NDA 36,000 സെയിം വോട്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. 2024 ലോക്സഭയെ നോക്കാം. ലോക്സഭയിലാണ് ഞെട്ടിക്കുന്ന ഒരു ഫിഗർ വന്നിരിക്കുന്നത്. കാരണം ഒന്ന് ബാക്കിലോട്ട് പോവാം. ഇത് 2021 36,000 ഉണ്ടായിരുന്ന NDA, അത് 78,000 LDF, 48,000 UDF, 36,000 NDA ആയിരുന്നത്. അത് കഴിഞ്ഞിട്ട് 3 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ലോക്സഭ വരുമ്പം NDA ഫ്രണ്ടിലെത്തിക്കുക. 61,000 വോട്ട് നേടി NDA ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. LDF 53,000 വോട്ട്, UDF 50,000 വോട്ട്. ഇപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഇത് ചിലപ്പം ശ്രീ സുരേഷ് ഗോപി കാരണം കിട്ടിയൊരു വോട്ട് മാർജിനാണെന്ന് വിചാരിച്ചാൽ പോലും ഇതൊരു 8,000 വോട്ടിൻ്റെ വ്യത്യാസമുണ്ട്. അതിൽ കുറേയൊക്കെ വോട്ട് തിരിച്ചു പോയാൽ പോലും ഒരു 5,000, 2,000, 3,000 റിട്ടേൺ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ തന്നെ NDAക്ക് വലിയൊരു സാധ്യതയുള്ള മണ്ഡലമായി വരികയാണ്. പക്ഷേ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, LDF 70,000 കൂടെ വോട്ടുണ്ടായിരുന്നതാണ് ഇപ്പോൾ 53,000 കുറഞ്ഞത്. ഇപ്പോൾ NDAയുടെ വോട്ട് കൂടുതൽ LDF കോട്ടകളിൽ നിന്നാണ് പോയെന്നാണ് തോന്നുന്നത് ഈ മണ്ഡലത്തിൽ. നമുക്ക് മുന്നണി തിരിച്ചുള്ള വോട്ട് അനലൈസ് ചെയ്യാം. LDFൻ്റെ വോട്ട് 70,000 വോട്ടുണ്ടായിരുന്നു 2016. 2021 അത് 78,000 ഉയർന്നു. പക്ഷേ 2024 ഒറ്റയടിക്ക് അത് 53,000 ആയി. അത് 25,000 വോട്ടിൻ്റെ കുറവ് അതിൻ്റെ ടോപ്പിൽ നിന്ന് വന്നിരിക്കുകയാണ്. 53,000 കുറഞ്ഞിരിക്കുകയാണ്. UDFൻ്റെ വോട്ട് പോയി കഴിഞ്ഞാൽ 51,000 ഉണ്ടായിരുന്ന 2016, 2021 48,000, 2,000 വോട്ട് 3,000 വോട്ട് എന്ന് പറയുന്നത് ഒരു പാർട്ടി വോട്ട് അടിസ്ഥാനപരമായിട്ട് ഒരു 50,000 അടുത്തുണ്ട്. അത് വീണ്ടും ലോക്സഭയായപ്പോൾ 50,000 ആണ്. അപ്പം പാർട്ടി വോട്ട് UDF അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കാര്യമായിട്ടൊരു കൂടുന്നുമില്ല, കാര്യമായിട്ട് കുറയുന്നില്ല എന്ന രീതിയിൽ 50,000 വോട്ട് മണ്ഡലൂർ പിടിക്കുന്നുണ്ട്. NDA ആണ് ഭയങ്കരമായിട്ടൊരു റാപ്പിഡ് ചേഞ്ച് വന്നിരിക്കുന്നത്. ഇപ്പം 2016 നോക്കുകയാണെങ്കിൽ 37,000 വോട്ടിൽ നിന്ന് 2021 36,000 വോട്ട്, സെയിം പാർട്ടി വോട്ട് 36,000, 35,000 വോട്ടിൽ കൂടുതൽ അവിടെ ഉണ്ട്. അതവിടെ നിലനിർത്തിയിട്ടുണ്ട്. പക്ഷെ 2024 ആയപ്പോൾ നല്ലൊരു കാൻഡിഡേറ്റ്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടായിരിക്കും 61,000 വോട്ടെന്ന് പറയുന്നത് 25,000 വോട്ട് ഒറ്റയടിക്ക് കൂടിയിരിക്കുകയാണ്. 25,000 വോട്ട് കൂടുകയും നമ്മൾ LDFൻ്റെ ആക്ച്വലി 25,000 വോട്ടും കുറയുകയും ചെയ്യുമായിരുന്നു. നമ്മുടെ ഫ്രണ്ട് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ നമുക്ക് 3-1 നോക്കാം. LDF 70,000-78,000 വോട്ട് പിടിച്ച് അസംബ്ലി ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലത്തിൽ ലോക്സഭയായപ്പോൾ NDA കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ പറയുകയാണെങ്കിൽ അസംബ്ലികളിൽ LDFനൊരു ഒരു അപ്പർ ഹാൻഡ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം കൂടെ കുറച്ചെങ്കിലും വോട്ട് 2,000-3,000 ഒക്കെ കുറയാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ശക്തമായ ത്രികോണമാണ്. കാരണം 50,000 വോട്ട് UDFൻ്റെ അവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് 50,000 വോട്ട് UDF നേടുന്നുണ്ട്. ഇപ്പം LDFൻ്റെ വോട്ട് കുറയാണ് ചെയ്ത് 53,000 ആയിട്ടുണ്ട്. ഇപ്പോൾ NDA 61 കിട്ടിയില്ല, ഒരു 5,000 വോട്ട് കുറഞ്ഞാൽ പോലും 55,000 വോട്ട് പിടിക്കാൻ പറ്റുന്നൊരു മണ്ഡലമാണ്. അതുകൊണ്ട് ശക്തമായ ത്രികോണമാണ് 3 നടത്തുന്നത്. എങ്കിലും ഒരു സ്ലൈറ്റ് അപ്പർ ഹാൻഡ് NDAക്ക് തന്നെ കൊടുക്കുകയാണ്. കാരണം പാർലമെൻറ്റ് ഇലക്ഷനിലെ നല്ലൊരു പെർഫോമൻസ് കാരണം മുഴുവൻ വോട്ടും തിരിച്ചു പോയില്ല എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒരു 3,000-4,000 വോട്ട് കീപ്പ് ചെയ്യാൻ പറ്റുകയാണ് NDAക്ക് ഒരു വിജയ സാധ്യതയുണ്ട്. എന്തായാലും ആര് ജയിച്ചാലും ഒരു 5,000 വോട്ടിൽ താഴെ ആയിരിക്കും. 2,000-3,000 വോട്ടിനൊക്കെ ജയിക്കാൻ സാധ്യതയുള്ളതെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ട്. പുതിയൊരു മണ്ഡലത്തിൻ്റെ വീഡിയോ ആയിട്ട് വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.